ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന കോമഡിയുടെയും ബാലന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷവും അതിന്റെ കൂടെ നാളത്തെ വിശേഷവും കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ദേവിയോടാണല്ലോ മീനാക്ഷിയുടെ അച്ഛന്റെ കളി എന്ന് മീനാക്ഷിയുടെ അച്ഛനെ അറിയില്ല. ദേവി ആരാണ്, എന്താണ് എന്നൊന്നും അറിയാതെയാണ് മീനാക്ഷിയുടെ അച്ഛൻ അധികാരം കാണിച്ചത്. വേറൊന്നുമല്ല, കസേര കയറി ഇരുന്നത്. ആ കസേരയിൽ ആകാശ് പോലും കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവി സഹിക്കില്ല. കാരണം ദേവിയുടെ പവർ എന്താണെന്ന് നമുക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ രാമേട്ടനും പിന്നെ ധർമ്മനും അതുപോലെ ആകാശിനും ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ മീനാക്ഷിയുടെ അച്ഛനും കുറച്ച് അറിയാൻ പോവാണ് കേട്ടോ. ആ സീറ്റിൽ കയറി ഞെളിഞ്ഞിരുന്നിട്ട് എങ്കിൽ പിന്നെ ആകാശ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് ദേവി പെട്ടെന്ന് പറഞ്ഞത്, അത് പിന്നെ ഈ സീറ്റിൽ കയറി എന്തിനാ മീനാക്ഷിയുടെ അച്ഛൻ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കാൻ വേറെ കസേരയുണ്ടല്ലോ. ഈ സീറ്റില് അങ്ങനെ ഇരിക്കാൻ പാടില്ലാത്തതാ. പോകുന്നവർക്കും വരുന്നവർക്കും കയറി ഇരിക്കാനുള്ളതല്ല ഈ സീറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടതും മീനാക്ഷിയുടെ അച്ഛനും മുഖത്ത് അടിച്ച പോലെ ആയിപ്പോയി. അപ്പൊ തന്നെ മീനാക്ഷിയുടെ അച്ഛനെ നീട്ടിട്ട്, നീ എന്താ പറഞ്ഞത്? പോകുന്നവരും വരുന്നവരും എന്നോ? ഞാൻ ആരാണെന്ന് ദേ ഇയാള് പറഞ്ഞപ്പം മനസ്സിലായല്ലോ. ദേ ഇയാള് അയാളെന്നൊന്നും കയറി വിളിക്കരുത്. രാമേട്ടൻ, ഞങ്ങൾ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാ രാമേട്ടനെ വിളിക്കുന്നത്. അച്ഛൻ വന്ന കാലം മുതൽ തന്നെ, ഈ കടയിട്ട കാലം മുതൽ തന്നെ രാമേട്ടൻ അച്ഛന്റെ കൂടെ ഉള്ളതാ. അച്ഛൻ ആ ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ ഇന്നലെയോ ആയിരിക്കും ഞാൻ ഇവിടെ വന്നത്. ഞാനും ആ ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള മാമനും ആകാശവും ഒക്കെ ആ ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പോകുന്നവരും വരുന്നവരും ആണെങ്കിലും ആ ബഹുമാനം കൊടുക്കണമെന്നത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പം, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ സീറ്റിൽ കയറിയിരുന്നത് ഇപ്പൊ വലിയ പ്രശ്നമാണെന്നോ? അതെ, ഈ സീറ്റ് വെറും ഒരു കസേര മാത്രമാണല്ലോ. അല്ലാതെ ഇത് മുഖ്യമന്ത്രി കസേരയോ കളക്ടറിന്റെ കസേരയോ ഒന്നും അല്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോ മുഖ്യമന്ത്രിയുടെയോ കളക്ടറിന്റെയോ കസേരയോ ഒന്നും അല്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ ഗ്രഹനാഥന്റെ കസേര ഇത്. ഈ കസേര ഇപ്പൊ തൽക്കാലം ആ ഗ്രഹനാഥൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതിലിരിക്കാം. പക്ഷെ വേറെ ആർക്കും ഇതിൽ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മീനാക്ഷിയുടെ അച്ഛനൊക്കെ ആയിരിക്കാം ആ ഒരു ബഹുമാനമൊക്കെ ഞാൻ തരും. പക്ഷെ ഇപ്പൊ ആ സീറ്റിൽ നിന്ന് എണീക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്താടി നീ പറഞ്ഞത്? മീനാക്ഷിയുടെ അച്ഛൻ എന്ന ബഹുമാനം എനിക്ക് നീ തന്നിട്ട് വേണ്ട. ആരും എന്നെ ബഹുമാനിക്കാനായിട്ട്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അല്ല, മീനാക്ഷിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മനുഷ്യനല്ലേ മീനാക്ഷിയുടെ അച്ഛൻ. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം മുഖ്യമന്ത്രി വന്ന് ഈ കസേര വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം മുഖ്യമന്ത്രി കസേര പോയി ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. പക്ഷെ ഈ കസേരയിൽ നിങ്ങൾ ഇരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് കണ്ണു അടച്ച് നമ്മുടെ ദേവി പറഞ്ഞു. ആഹാ, അത്രയ്ക്കായില്ലേടി. നീ ആരാ? നീ ആ അവിടത്തെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാൻ നായല്ലേ? ഓഹോ, ഞാൻ കാണിച്ചു തരുന്നുണ്ടേ. അല്ല, നിന്റെ വിചാരം എന്താ? ഇത് വല്ല ഷോപ്പിംഗ് മാൾ ആണെന്നോ? ഇത് വലിയ സൂപ്പർ മാർക്കറ്റ് ആണെന്നാണോ നിന്റെ വിചാരം? ഈ 3-4 എണ്ണയും വെളിച്ചെണ്ണയും ഒരു 10 കിലോ അരിയും കൂടെ തൂക്കി വിൽക്കുന്നവർ ഒരു പലചരക്ക് കടയില്ലടി ഇത്. എന്നിട്ട് നിന്റെയൊക്കെ അഹങ്കാരം കാണിച്ചു തരാടി. നിന്നെ ഞാൻ കാണിച്ചു തരാം. അല്ല, വാടി നീ പോടി എന്നൊന്നും വിളിക്കരുത്. എനിക്കൊരു പേരുണ്ട്. എന്റെ പേര് ദേവി. അങ്ങനെ വിളിച്ചോ. അങ്ങനെ വിളിക്കുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെ ശരിയാണോ? അല്ല, മീനാക്ഷിയായിട്ട് ഒരു ചേർച്ചയും ഇല്ലല്ലോ. മീനാക്ഷിയുടെ അച്ഛനാണെന്നല്ലേ പറഞ്ഞത്? എന്താടി, നിനക്ക് സംശയമുണ്ടോ? ഹേയ്, അതുദ്ദേശിച്ചിട്ടല്ലാട്ടോ ഞാൻ പറഞ്ഞത്. മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ മീനാക്ഷിക്ക് കുറച്ച് എടുത്തു ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷേ അവള് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാറുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞ് ചെയ്യാറുമുണ്ട്. പക്ഷെ അച്ഛൻ തീരെ ശരിയല്ല. ഒരു കാര്യം ചെയ്യും, അച്ഛൻ ആ കസേര പോയിരുന്നു കേട്ടോ. മീനാക്ഷിയുടെ അച്ഛൻ ആ കസേര ഇരിക്കാലോ. ഇവിടെ ഈ ദേവി ഇരുന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ കയറി അങ്ങ് ഇരിക്കുകയാണ്. കാലും വെച്ചിട്ട് എടുത്ത് എന്താ പറയാ, നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ അങ്ങോട്ട് ഉരുക്കി അങ്ങ് തീരുന്നൊരവസ്ഥയെ ഇതുപോലൊരു അപമാനം ഇനി കിട്ടാനില്ലാത്തൊരവസ്ഥ. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു, നോക്കിക്കോടി, നീ ഇവിടെ ഞെളിഞ്ഞുകുത്തി ഇരിക്കുന്നുണ്ടല്ലോ, പൂട്ടിക്കൂടി. ഉറപ്പായിട്ടും ഇത് ഞാൻ പൂട്ടിക്കും. നീ നോക്കിക്കോ. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ. മുഖ്യമന്ത്രിയോ കളക്ടറോ ആരുമായിക്കോട്ടെ, ആരാണെന്ന് നീ അറിയാൻ പോകുന്നു ഓൾറെഡി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വെല്ലുവിളിച്ച് ഇറങ്ങി പോകട്ടോ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്. ഏതായാലും മീനാക്ഷിയുടെ അച്ഛൻ തുള്ളി കയറി ചെല്ലുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ലാട്ടോ,
മീനാക്ഷിയുടെ വീട്ടിലേക്ക് തന്നെയാണ്. മീനാക്ഷിയുടെ അമ്മ, അതായത് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ മീനാക്ഷിയുടെ അമ്മയുണ്ട്. അങ്ങനെ മീനാക്ഷിയുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയും. അവിടെ ഒരു അഹങ്കാരി ഇരിക്കുന്ന, അവൾ ആരാണ്, അവളുടെ വിചാരം, ഓഹോ അവൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുവരെ ബാലൻ എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ടില്ല, അവളുടെ വിചാരം അവൾ ആരാണെന്നാ, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ മീനാക്ഷിയുടെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങ് വിശദീകരിച്ച് പറയാണ്. ഇത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ അമ്മയ്ക്കും ദേഷ്യം വന്നു. ഓഹോ അത്രയ്ക്കായോ അവള്, അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്, അവളുടെ അഹങ്കാരം തീർത്തു കൊടുത്തില്ലെങ്കിലേ ഞാനല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെട്ട് തുള്ള. ഈ സമയത്ത് നമ്മുടെ രാമേട്ടനാണെങ്കിൽ മോളെ എന്ത് ധൈര്യം മോളെ നിനക്ക്, അല്ല ഇനിയിപ്പോ ഇതിന്റെ പേര് വല്ല പ്രശ്നവും, എന്ത് പ്രശ്നം വരാനാ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാ, അങ്ങനെ പോകുന്നവരും വരുന്നവരും ഈ സീറ്റിൽ കയറിയിരിക്കേണ്ട കാര്യമില്ലല്ലോ രാമേട്ട, അതിന്റെ ഒരാവശ്യമില്ല, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ബാലച്ചൻ ഇരിക്കുന്ന ഈ സീറ്റില് കണ്ടവര് കയറി ഇരുന്നാലേ ഈ ദേവി അംഗീകരിച്ചു കൊടുക്കത്തില്ല, എന്റെ ബാലച്ചനെ അപമാനിക്കുന്നത് പോലെ ആയി പോകില്ലേ അത്, ഒരിക്കലും ഈ ദേവി അംഗീകരിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രാമേട്ടന് ഭയങ്കര ഇഷ്ടമായി ദേവിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ. ദേവി ഇങ്ങനെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ പറയേണ്ട സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആരെയും പേടിയില്ലാതെ. പെണ്ണുങ്ങൾക്ക് അത് വേണം, അത് നല്ലതാണ്. പക്ഷെ ഈ നമ്മുടെ ദേവിയുടെ കള്ളം പറച്ചിൽ അങ്ങ് നിൽക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ദേവീനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ, നമുക്കും ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് ദേവിയോട്. പക്ഷെ ദേവിയുടെ അമ്മയും അച്ഛനും കൂടെ കള്ളം പറയുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് തോന്നുന്നത്. ഇല്ലെങ്കിൽ പക്ക ഡീസൻ്റ് ആട്ടോ ദേവി. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലനൊരു കാര്യം ചെയ്യാം. അപ്പം ബാലൻ ഇങ്ങനെ വിളിക്കുകയാണ്, രാമേട്ടനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ കടയിൽ എന്തായി എന്നൊന്നും അറിയില്ലല്ലോ ദേവി എന്ന് പറയുമ്പോൾ, ദേവി എന്നല്ല ഗോമതി എന്ന് പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, ഒരിക്കലും ബാലേട്ടന് ദേവിനെ അങ്ങോട്ട് അയക്കരുതായിരുന്നു, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥിതിക്കാണ് നമ്മുടെ ബാലൻ രാമേട്ടനെ വിളിക്കുന്നത്. അങ്ങനെ രാമേട്ടനെ വിളിച്ചു. രാമേട്ടൻ ഫോൺ കൊടുത്തു. ഫോൺ എടുത്ത ഉടനെ, അല്ല രാമേട്ട എന്തിയേ, കടയുടെ ഓണർ അവിടെ ഉണ്ടോ? കടയുടെ ഓണർ ഇവിടെ ഉണ്ടോന്നോ, എന്താ കരുതിയത്? അതേ ബാല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലാട്ടോ. ഇനി ഈ ദേവിക്ക് ഈ കട കൊടുക്കുന്നതായിരിക്കും ബാല നിനക്ക് നല്ലത്. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഈ കട കൊണ്ടുപോകാനേ മിടുക്കിയ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ലാട്ടോ, അവള് മിടുക്കിയാടാ, മിടുക്കിയ. അല്ല രാമേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ദേവി എന്ത് ചെയ്തെന്നാ? ദേവി ചെയ്തതൊക്കെ എന്താണെന്നേ നീ പതുക്കെ അറിഞ്ഞോളും. ദേവി ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ. ആകാശനം വരച്ച വരയിലല്ലേ ഇന്ന് നിർത്തിയത്. ആകാശ് എവിടെ പോയേക്കാന്നറിയാമോ? മാർക്കറ്റിൽ പോയേക്കുക. അതും വരച്ച വരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ധർമ്മനും വരച്ച വരെ തന്നെയാണ്. ധർമ്മൻ ഇപ്പം പോയേക്കുന്നതും ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാ. മാർക്കറ്റിലേക്കും അവിടെയും ഇവിടെയൊക്കെ പോകാൻ ഇവിടെ ആളുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ തന്നെയാ ദേവിമോൾ ഇടപെടുന്നത്. അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലന് ഭയങ്കര സന്തോഷം. അപ്പം ബാലൻ പറഞ്ഞു, ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗോമതിയോട് പറയാ, കേക്ക് നീയല്ലേ പറഞ്ഞത് ദേവീനെ വിടണ്ടായിരുന്നെന്ന്, എന്നിട്ടിപ്പോ എന്തായത്? അവള് മിടുക്കിയാടി, അവള് ഞാൻ കണ്ടുപിടിച്ച മരുമകളല്ലേ, പിന്നെ എങ്ങനെ മിടുക്കിയാകാതിരിക്കുക? അവള് മിടുക്കിയ. ഇനി ഞാൻ കടയിലേക്ക് ചെന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവള് കട നല്ല രീതിയിൽ തന്നെ നോക്കുന്ന രാമേട്ടൻ പറഞ്ഞത്. രാമേട്ടന്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എത്രയ്ക്ക് ചില്ലറ കാര്യമൊന്നും അല്ല എന്നിങ്ങനെ ദേവിയോട് പറയാണ്. ദേവിയോടല്ല ഗോമതിയോട് പറയാണ് കേട്ടോ നമ്മുടെ ബാലൻ. ഗോമതിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കലി വരികയാണ്. ഗോമതിക്കാണെങ്കിൽ ദേവി അവിടെ പോയിരിക്കുന്നതിന് ഒരു താല്പര്യമില്ലല്ലോ. അതിനു പകരം നമ്മുടെ ഗോമതിനെ വിടുവാണെങ്കിൽ ഗോമതിക്ക് ഇഷ്ടപ്പെട്ടതിന്. പക്ഷെ ദേവീനെ വിട്ടത് ഒട്ടും പിടിച്ചിട്ടില്ല. ഈ സമയമാണ് നമ്മുടെ ആകാശ് തിരിച്ചെത്തിയത്. ആകാശ് തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വരിക. അപ്പൊ ഫോൺ കോൾ വന്ന ഉടനെ തന്നെ ഫോൺ എടുത്തു. ഹലോ എന്താ അച്ഛാന്നാ ചോദിക്കുന്നത്. നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണെ വിളിക്കുന്നത്. അപ്പൊ എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം, മോനെ നീ എവിടെയാ ഉള്ളത്? അത് പിന്നെ ഞാൻ കടയില്. നിന്റെ കടയില് പുതിയ ഒരു അധികാരി വന്നിട്ടുണ്ടല്ലോ, അവളെ ഞാൻ വലിച്ചു കീറും, നോക്കിക്കോ. എന്റെ മരുമകൻ നിൽക്കുന്ന കടയാടുന്നൊന്നും ഞാൻ നോക്കത്തില്ല മോനെ. എന്തിനാ മോനെ നീ പണിയെടുക്കുന്ന പോലെ അവിടെ കിടന്ന് പണിയെടുക്കുന്നത്? അതിന്റെ ഒരു കാര്യമില്ലല്ലോ. അഹങ്കാരി, അവക്കിട്ട് ഞാൻ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയത്, എന്താ അച്ഛാ സംഭവിച്ചത്? അവളെ ഞാൻ ഇന്ന് വന്നപ്പോഴേക്കും അവൾ എൻ്റെ അടുത്ത് വലിയ പത്രാസ് കാണിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഏതാണ്ട് കട കണ്ടിട്ടില്ലാത്തതുപോലെ. ഈ കടയല്ല, ഇതിലും വലിയ ഷോപ്പിംഗ് മാള് തുടങ്ങുവാനുള്ള പൈസ വരെ എൻ്റെ കയ്യിലുണ്ടെന്ന് മോൻ അറിയാലോ. മോനോട് ഞാൻ പറഞ്ഞതല്ലേ, ആ പലചരക്ക് കടയിൽ നിൽക്കണ്ട, മോനൊരു ഷോപ്പിംഗ് മാള് തുടങ്ങാനുള്ള പൈസ ഞാൻ തരാം, ഞാൻ കടയിട്ട് തരാന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അത് കേട്ടില്ല. അത് മാത്രമല്ല, നോക്കിക്കോ, ഉടനെ തന്നെ ഒരു ഷോപ്പിംഗ് മാൾ മോൻ തുടങ്ങേണ്ടി വരും. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ദേവി വന്നിട്ട്, അല്ല ആകാശം എന്ത് ചെയ്യാ?
കടയുടെ സമയത്താണോ ഫോൺ വിളിക്കുന്നത്? ഫോൺ കട്ട് ചെയ്തേ, പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യേ എന്നിങ്ങനെ പറയാം. അപ്പൊ ഇതും കൂടെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ കേൾക്കുകയാണ്. മീനാക്ഷിയുടെ അച്ഛന് ദേഷ്യം വരികയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. പെട്ടെന്ന് ബാലെന്നല്ല, ആകാശ് പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഓ, പിന്നെ വീണ്ടും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് മീനാക്ഷിയുടെ അമ്മയോട് പറയുന്നുണ്ട്, ആ നോക്കിക്കോ, അവളുടെ അഹങ്കാരത്തിന് ഓട്ടനെ തന്നെ അറുതി വരുത്താൻ പോവാ ഞാന്. ബാലനും അതുപോലെ തന്നെ ബാലന്റെ മരുമകളുണ്ടല്ലോ, പുന്നാര മരുമകള്, ബാലൻ തന്നെ കണ്ടുപിടിച്ച മരുമകള്, രണ്ടിനെയും കൂടെ വീട്ടിൽ ഇരുത്താനുള്ള വഴി എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടും ദേഷ്യം വന്നിരിക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛന്. ഇനിയിപ്പൊ മീനാക്ഷിയുടെ അച്ഛൻ കട തല്ലിപ്പൊളിക്കാനും കട തല്ലി തകർക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തുറക്കുന്ന രീതിയിലാക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ ദേവിയോടും കൂടിയാണ് മീനാക്ഷിയുടെ അച്ഛന് വൈരാഗ്യം കൂടിക്കൂടി വന്നിരിക്കുന്നത്. അതിനിടയിലായിക്കോട്ടെ ആ കാറ് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യവും വളരെയധികം ചർച്ചാ വിഷയമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പോ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവി വെറുതെ ഇരിക്കത്തില്ല. ദേവി നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും മെക്കിട്ട് കയറുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവിയുടെ കള്ളത്തരങ്ങളും പതുക്കെ പതുക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ബാലൻ നല്ലൊരു അന്വേഷണം നടത്തുന്നുണ്ട് കേട്ടോ, നമ്മുടെ ദേവിയുടെ വീട്ടുകാരെ കുറിച്ചും ദേവിയുടെ അച്ഛനെ കുറിച്ചൊക്കെ. കാരണം ഒരു ചെറിയ സംശയം ഉള്ളത് കൊണ്ട് തന്നെ. ഇതിനോടൊപ്പം തന്നെ ആ ഒരു മിഥുന്റെ കാര്യങ്ങളുണ്ടല്ലോ, മിഥുൻ പോലീസ് സ്റ്റേഷനിലല്ല, മിഥുൻ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മിത്രയ്ക്കും ആര്യനും മനസ്സിലാവുന്നുണ്ട്. ബാലൻ തന്നെയാണ് രക്ഷിച്ചത് എന്നൊക്കെ. അപ്പൊ അതൊക്കെ അടുത്ത ആഴ്ചയിലേക്ക് വരാൻ പോകുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ള. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.